സ്കൂളുകളിലെ ഉച്ചഭക്ഷണം എത്തുക കുടിശ്ശിക തീർത്തു നൽകണമെന്നാവശ്യപ്പെട്ട് ഹെഡ്മാസ്റ്ററുടെ പ്രതിഷേധം. കൊല്ലം അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിലിരുന്നായിരുന്നു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണം പ്രഥമാധ്യാപകർക്ക് ഒരു ബാധ്യതയാകരുതെന്നും സ്കൂൾ തുറന്ന് 3 മാസമായിട്ടും നൽകിയിട്ടില്ലാത്ത ഉച്ചഭക്ഷണ തുക ഉടൻ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അഞ്ചൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു മുന്നിൽ പ്രഥമാധ്യാപകരുടെ പ്രതിഷേധം. അഞ്ചൽ ഉപജില്ലയിലെ 52 പ്രൈമറി പ്രഥമാധ്യാപകരും സംയുക്തമായി ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. എന്നാൽ ഓഫീസിനു മുന്നിൽ പ്രതിഷേധിച്ചാൽ ചർച്ചയ്ക്ക് താൽപര്യമില്ലെന്നാണ് ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞതെന്ന് അധ്യാപകർ പറയുന്നു. അവർ പറയുന്നത് നിങ്ങൾ ഇതിവിടെ നടത്തിയത് കൊണ്ട് യാതൊരു കാര്യവുമില്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി നടത്താനാണ്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇത് നടത്താൻ ഇവിടെ മാത്രമാണ് വേദിയുള്ളതെന്നാണ്. ഈ വേദി ഞങ്ങൾ ഇവിടെ പ്രതിഷേധം നടത്തുമ്പോൾ ഇത് മുകളിലേക്ക് ഞങ്ങളുടെ വികാരം അറിയിക്കേണ്ട ചുമതലയും ഉത്തരവാദിത്വവും ഒരു സർക്കാർ ഓഫീസിനെ സംബന്ധിച്ചുള്ളതാണ്. 2016 നിശ്ചയിച്ച കുട്ടി ഒന്നിന് 8 രൂപ എന്നതാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിൽ നിന്നുമാണ് ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നത്. കുട്ടികളുടെ അന്നം മുടങ്ങരുത് എന്ന് കരുതിയാണ് ഈ സാഹചര്യത്തിലും ശമ്പളത്തുക ഉപയോഗിച്ചും കടം വാങ്ങിയുമൊക്കെ പ്രഥമാധ്യാപകർ ഉച്ചഭക്ഷണ പദ്ധതി സ്കൂളുകളിൽ നടത്തിക്കൊണ്ടുപോകുന്നത്. കുടിശ്ശിക കൂടിയതോടെ ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഇവർ പറയുന്നു. നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമുക്ക് ശമ്പളം കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ആ ശമ്പളത്തിൽ നിന്നാണ് കുട്ടികളുടെ അന്നം മുടങ്ങരുത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെയും ഇത് തുടർന്നുകൊണ്ടുപോയത്. പക്ഷേ ഇനിയും നമുക്കിത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഫണ്ട് കൃത്യമായി ലഭിക്കാത്ത സ്ഥിതി തുടർന്നാൽ ഉച്ചഭക്ഷണ പദ്ധതി നിർത്തിവയ്ക്കേണ്ടി വരുമെന്ന് പ്രഥമാധ്യാപകർ അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് അഞ്ചൽ ഉപജില്ലയിലെ മുഴുവൻ പ്രഥമാധ്യാപകരും ഒപ്പിട്ട നിവേദനം AEOയ്ക്ക് സമർപ്പിച്ചു. HM ഫോം പ്രസിഡന്റ് സിനി ജോർജ്, സെക്രട്ടറി D അനിൽകുമാർ, A ഹാരിസ്, സജി C തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.